ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള ഹബ്ബായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയോളവും ഇപ്പോൾ ഇന്ത്യയുടെ UPI വഴിയാണ് നടക്കുന്നതെന്നും ഈ സേവനം ഇപ്പോൾ ഫ്രാൻസിലും ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, MLAമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തി. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരം അല്ലാത്തതുമാണ് ED നീക്കത്തിനു പിന്നിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആകെ 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. നിലവിൽ ആകെ 3 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് A പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 31ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.